ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പം ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ എവിടെയാണ് ഈ ഫോണുകൾ കണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6,000 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 9 4G എന്ന സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ പഞ്ചോൾ ഡിസൈനും ഇതിൽ വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സും തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സാണ്. 6.6 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G50 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 13 MP ബാക്ക് ക്യാമറയും 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 6,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിൻ്റെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ 6,250 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം സാംസങ് M05 4G എന്ന സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഇതേ ഫീച്ചേഴ്സുമായിട്ട് 6,500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F05 എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. പക്ഷേ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. പിന്നെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 6.7 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ 7,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G05 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ടെക്നോ പോപ്പ് 9 ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ തന്നെ ഇതിലും വരുന്നുണ്ട്. പിന്നെ 50 MP ബാക്ക് ക്യാമറയും 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിൻ്റെ ഹീലിയോ G81 എന്നുള്ള പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. 5200 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി 7,500 രൂപയ്ക്ക് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ച് മുതൽ നമുക്ക് 5G ഫോണുകൾ കിട്ടുന്നുണ്ട്. ഇപ്പം 7,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഐടെൽ P55 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ 6.6 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക്കിൻ്റെ Dimensity 6080 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം 7,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ പോക്കോ C75 5G എന്ന ഫോണും വരുന്നുണ്ട്. പക്ഷേ അതിൽ ജിയോയുടെ മാത്രം 5G സപ്പോർട്ട് ചെയ്യുള്ളൂ, ബാക്കി സിമ്മുകളുടെ 5G സപ്പോർട്ട് ഇല്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ അത് പറയാഞ്ഞത്. ഇനി ജിയോ സിം മാത്രമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 7,700 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ C75 5Gയും കൺസിഡർ ചെയ്യാം. അതിലും 6.8 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് തന്നെ കൊടുത്തിട്ടുള്ളൂ. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 MP സെൽഫി ക്യാമറയ്ക്കാണ് വരുന്നത്. 5160 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 7,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റെഡ്മി A4 5G എന്ന ഫോണും വരുന്നുണ്ട്. വില 8,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം ജിയോ 5G സിം യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ ഫോൺ എടുത്താൽ മതി. ഇനി എല്ലാ 5G സിമ്മും സപ്പോർട്ട് ചെയ്യുന്ന പോക്കോയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 8,800 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M7 5G എന്ന ഫോണും വരുന്നുണ്ട്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 8,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ സാംസങ്ങിൻ്റെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ സാംസങ് F06 അതുപോലെ തന്നെ M06 5G എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ മീഡിയാടെക് Dimensity 6300 എന്ന 5G പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ 6.7 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം 8,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്.
ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 9 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് ഡിമെൻസിറ്റി 6300 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 48 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് ഇൻഫിനിക്സ് ഹോട്ട് 55G എന്ന ഫോൺ വരുന്നുണ്ട്. പക്ഷേ വില 9,400 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G35 5G എന്ന ഫോൺ വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണി SoC T760 എന്ന പ്രോസസ്സറാണ് വരുന്നത്. അപ്പം യൂണി SoCയുടെ പ്രോസസ്സറാണ് വരുന്നത്. എന്നാലും 5G സപ്പോർട്ടൊക്കെ ഇതിലുണ്ട്. പിന്നെ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ മോട്ടറോളയുടെ തന്നെ ഭാഗത്ത് നിന്ന് യൂണി SoCയുടെ പ്രോസസ്സർ വേണ്ട, സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ വേണമെന്നുണ്ടെങ്കിൽ G45 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അതിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഡിസ്പ്ലേയിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും മിസ്സിംഗ് ആണ്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ വേണം എന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറും ഫുൾ HD റെസൊല്യൂഷനും ഒക്കെ ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ പോക്കോ M6+ 5G എന്ന സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പം ഇതിൽ 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 ആക്സിലറേറ്റഡ് എഡിഷൻ എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറൊക്കെ ഇതിൽ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5030 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ഈ ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ASUSൻ്റെ പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ASUS Super ZX എന്നുള്ള സ്മാർട്ട് ഫോൺ. ഇപ്പം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് പുതിയൊരു ബ്രാൻഡ് പോലെ കൺസിഡർ ചെയ്താൽ മതി. അപ്പം ഇവരുടെ സർവീസൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഫീച്ചേഴ്സ് കാരണമാണ് നമ്മൾ ഈ ഒരു ഫോൺ ഇപ്പം ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇപ്പം 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് ഡിമെൻസിറ്റി 6300 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 64+2+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ സോണി IMX 682ൻ്റെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോൺ എന്ന് പറയുന്നത് പോക്കോ X3 Pro എന്ന സ്മാർട്ട് ഫോണാണ്. ഇപ്പം ഇത് ഞാൻ നിർബന്ധമായിട്ട് എടുക്കണം എന്ന് റെക്കമെൻഡ് ചെയ്യില്ല. കുറച്ച് പഴയ ഫോണാണ്. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ 10,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ 860 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഇപ്പം ആൻതുത്തു സ്കോറൊക്കെ 6.5 ലക്ഷം റേഞ്ചിൽ എത്തുന്നുണ്ട്. പഴയ പ്രോസസ്സറാണ്. എന്നാലും ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ആൻതുത്തു സ്കോർ ലഭിക്കുന്ന വേറെ ഫോണുകളൊന്നും ഇല്ല എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പഴയ ഫോണാണ്, കുറച്ച് പഴയ പ്രോസസ്സറാണ്. എന്നാലും നല്ല ആൻതുത്തു സ്കോറൊക്കെ ലഭിക്കുന്ന ഒരു പ്രോസസ്സറാണ്. പിന്നെ 48+8+2+2 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും സ്റ്റീരിയോ സ്പീക്കേഴ്സും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 5160 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വേണം എന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണോ ഒന്നുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ വല്ലാതെ റെക്കമെൻഡ് ചെയ്യില്ല. എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ചില ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇതും നോക്കാവുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതിൽ എന്നോട് 10,000 രൂപയ്ക്ക് താഴെ ഏത് ഫോൺ എടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഒരു 500 രൂപയും കൂടി കൂട്ടാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. അപ്പം 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ iQOO Z9X 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഞാൻ അത് റെക്കമെൻഡ് ചെയ്തേക്കാം. പക്ഷേ ടെക്നിക്കലി അത് 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണല്ല. 10,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പക്ഷേ എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ഫോണാണ് ഇത്. ഇപ്പം ഒരു 500 രൂപ കൂട്ടുന്നതുകൊണ്ട് അതിനുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള 5G പ്രോസസ്സറാണ്. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും എടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററി 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് എന്നും പറയാവുന്നതാണ്. എന്തായാലും 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്.
അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തതിൽ 10,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകിൽ ടെക്നോ പോപ്പ് 9 എടുത്തേക്കാം 4G വെർഷൻ. അതുപോലെ തന്നെ മോട്ടോ G05 എന്നുള്ള സ്മാർട്ട് ഫോണും ഞാൻ ചിലപ്പം സെലക്ട് ചെയ്തേക്കാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ ഞാൻ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ iQOO Z9X 5G എന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും സെലക്ട് ചെയ്യുക. അല്ല 10,000 രൂപയ്ക്ക് താഴെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ മോട്ടോ G35 5G എന്ന സ്മാർട്ട് ഫോണും സെലക്ട് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു പേഴ്സണൽ ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.